قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി നടത്തുന്ന പ്രഭാഷണ മത്സരം അടങ്ങിയിട്ടുള്ള സ്റ്റാർ ക്വസ്റ്റിലേക്കാണ് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നത്. രാജ്യം 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ പീസ് റേഡിയോയും പതിവ് പോലെ ഓരോ വർഷത്തിലും ഗംഭീരമായ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി തന്നെ ഈ വർഷവും വളരെ നല്ല ഒരു പ്രഭാഷണ മത്സരമാണ് നടത്തിയിട്ടുള്ളത്. ആ മത്സരത്തിൻ്റെ വൈവിധ്യമാർന്ന എപ്പിസോഡുകൾ കേട്ടുകഴിഞ്ഞ് നമ്മൾ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യത്തെ പരിപാടി ഈ എപ്പിസോഡിൽ ആരാണ് സാറേ അവതരിപ്പിക്കുന്നത്? മുഹമ്മദ് അസ്ലം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് അസ്ലം. അവൻ പഠിക്കുന്നത് ദാറുൽ ഫുർഖാൻ ഹിഫ്സ് കോളേജ് മലാപ്പറമ്പ്, പെരിന്തൽമണ്ണ. യെസ്. മുഹമ്മദ് അസ്ലമിൻ്റെ സംസാരം നമുക്കൊന്ന് കേട്ട് നോക്കാം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ ഓർമ്മകളെക്കുറിച്ചും സംസാരിക്കാൻ ലഭിച്ച അവസരത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. വർഷം 1947 ആഗസ്റ്റ് 15 ഒരുപാട് പോരാട്ടങ്ങൾക്കും ത്യാഗങ്ങൾക്കും ശേഷം നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി. ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ചത് ഈ ഒരു നിമിഷത്തിനു വേണ്ടിയാണ്. ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങി എത്രയോ മഹത് വ്യക്തികൾ നയിച്ച ആ പോരാട്ടങ്ങളുടെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും ക്വിറ്റ് ഇന്ത്യ സമരവും പോലുള്ള സംഭവങ്ങൾ ആ ത്യാഗങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മുടെ സ്വാതന്ത്ര്യം വെറുമൊരു ഭരണമാറ്റമായിരുന്നില്ല. അത് ഓരോ പൗരനും സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനും ഒന്നിച്ച് നിൽക്കാനുമുള്ള അവകാശം നൽകി. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം തുടങ്ങിയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രമായി നമ്മൾ വളർന്നു. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ആ ധീരദേശാഭിമാനികളെ ഓർക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അതിലുപരി ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ടെന്ന് തിരിച്ചറിയണം. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും സമാധാനവും കാത്തുസൂക്ഷിക്കാൻ, അഴിമതിക്കെതിരെ പോരാടാൻ, വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും മുന്നേറാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം. സ്വാതന്ത്ര്യം എന്നത് വെറുമൊരു അവകാശമല്ല, അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മുടെ രാജ്യം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനായി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാറേ, മുഹമ്മദ് അസ്ലം നമ്മൾ പറയപ്പെട്ട ആ ഒരു ഗൗരവത്തിൽ തന്നെയാണ് നല്ലൊരു പ്രഭാഷണം അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ത് പറയുന്നു? യെസ്, എനിക്ക് പൊതുവായി പറയേണ്ട 1-2 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, ഞാൻ അസ്ലമിൻ്റെ സംസാരത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല പറയുന്നത്, മൊത്തത്തിൽ എല്ലാ പ്രസംഗത്തിലും മത്സരിക്കുന്ന കുട്ടികളോട് കൂടെ പറയാനുള്ളതാണ്. ഒന്ന്, നമ്മൾ പ്രസംഗത്തിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. നമ്മൾ ചില ആളുകളുടെ പേരുകൾ പറയുമ്പോൾ ശരിക്കും അത് പഠിച്ചിട്ട് തന്നെ പറയണം എന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് നമ്മൾ പറയുമ്പോൾ അതിപ്പോൾ കുഞ്ഞഹമ്മദ് ആയിരിക്കോ കുഞ്ഞ് മുഹമ്മദ് ആയിരിക്കോ എന്ന് സംശയം ഉണ്ടാവാൻ നമുക്ക് പാടില്ല. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് വാരിയംകുന്നത്ത് കുഞ്ഞ് മുഹമ്മദ് ഹാജി എന്നൊക്കെ നമ്മൾ നന്നാക്കി പറയേണ്ട ആവശ്യമില്ല, അത് കുഞ്ഞഹമ്മദ് ഹാജി തന്നെയാണ്. അപ്പോൾ ആ രൂപത്തിൽ ചില ആളുകളുടെ പേരുകൾ ഉച്ചരിക്കുമ്പോൾ ചില ആളുകൾക്ക് പറയുമ്പോൾ തെറ്റാറുണ്ട്. എന്താ പറയുക, ബാലഗംഗാധരത്തിലേക്ക് പറയുമ്പോൾ തെറ്റാറുണ്ട്. അങ്ങനെ എന്താ പറയുക, സുഭാഷ് ചന്ദ്രബോസിൻ്റെ അവിടെ പറയുമ്പോൾ സുഭാഷ് ചന്ദ്രബോസ്, ഇങ്ങനെയൊക്കെ ചില ഉച്ചാരണങ്ങളുള്ള തെറ്റുകൾ പറയാറുണ്ട്. അപ്പോൾ ആളുകൾ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ പേര് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതെന്താ വെച്ചാൽ നമുക്ക് അറിയില്ലെങ്കിലും ഓഡിയൻസിന് അതറിയാം. അപ്പോൾ നമ്മളെ നന്നായിട്ട് വിലയിരുത്തപ്പെടും.
അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്യണം, നന്നായിട്ട് വായനയോടുകൂടെ പഠിച്ചിട്ട് തന്നെ നമ്മൾ അതിലേക്ക് പോകണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രാസംഗികർക്കാണ് സ്പേസ് ഉണ്ടാവുക. എല്ലാം പഠിച്ച് അവതരിപ്പിക്കുന്ന ആളുകൾക്കാണ് സ്പേസ് ഉണ്ടാവുക. അല്ലാത്തവരെ പതുക്കെ എന്ത് ചെയ്യും, സമൂഹം ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം മൗലാന അബുൽ കലാം ആസാദ്, ചില ആൾക്കാരൊന്ന് ഉഷാറാക്കി മൗലാന അബ്ദുൽ കലാം ആസാദ് പറയും. യെസ്, അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് കൃത്യമായി തന്നെ എന്താണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അസ്ലമിൻ്റെ സംസാരത്തിലേക്ക് വരുമ്പോൾ ഒരു 8ാം ക്ലാസ്സുകാരൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അവൻ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനാണ്. നന്നായി സംസാരിച്ചിട്ടുണ്ട്. യെസ്. ഏതായിരുന്നാലും നമ്മുടെ അടുത്ത ആളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇംഗ്ലീഷ് പ്രഭാഷണം കേട്ടാലോ? യെസ്. ദാറുൽ ഫുർഖാൻ ഹിഫ്സ് കോളേജ് മലാപ്പറമ്പ് പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെയാണ് ഷാസിൻ എൻകെയാണ് മറ്റൊരു പ്രഭാഷണവുമായി കൂടെ വരുന്നത്. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. My beloved brothers and sisters, today I stand before you to speak about the history and memory of Indian independence. This is not just a date in the calendar, it is the heartbeat of our nation's journey from slavery to freedom. India was under British rule for almost 200 years. The British came as traders but slowly took our control over our land, our resources and our people. But Indians did not stay silent. From 1857, the first war of independence, to the final victory in 1947, our journey was filled with courage, sacrifice and unity. We all know the great names like Mahatma Gandhi, who led us with peace and non-violence, Subhash Chandra Bose, who inspired many with the Indian National Army, Jawaharlal Nehru, our first Prime Minister, who dreamed a modern India, and brave freedom fighters like Bhagat Singh, Sarojini Naidu and Rani Lakshmibai. But freedom did not come easily. Our people were jailed, beaten, tortured, and many even gave their lives. The biggest wound in the history was partition. Millions had to leave their homes, families were divided, and thousands died. That pain still lives in the memory of many elders around us. So friends, why do we remember all this today? Because history gave us identity and memory gave us responsibility. We must not forget the sacrifices that gave us this freedom. We must protect it, not just by celebrating Independence Day, but by being honest, united, respectful and hardworking citizens of India. Let us promise today to respect our constitution, to celebrate our diversity, and to build an India that those freedom fighters would be proud of. As Subhash Chandra Bose once said, freedom is not given, it is taken. Let us protect that freedom with our actions, with our words and our hearts. Alhamdulillah Rabbil Alamin. Assalamu alaikum wa rahmatullahi wa barakatuh. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഷാസിൻ്റെ പ്രഭാഷണമാണ് കൂട്ടുകാരെ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. ഇംഗ്ലീഷിലുള്ള ഷാസിൻ്റെ പ്രഭാഷണത്തിന് എന്ത് കമൻറ്റ് നമുക്ക് നൽകാൻ പറ്റും? ഷാസിൻ വളരെ ഉഷാറായിട്ട് സംസാരിച്ചു. എനിക്ക് അതിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ വോയിസ് മോഡുലേഷൻ എന്നുള്ളത് സംസാരത്തിൽ വരുത്തേണ്ട ഒരു മാറ്റം തന്നെയായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ്റെ ഒരു ലെവലിൽ വെച്ച് നോക്കുമ്പോൾ ഉഷാറായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ ഒരു മത്സരത്തിൻ്റെ കണ്ണോടുകൂടി കാണുമ്പോൾ യെസ്, നമുക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മത്സരമാണല്ലോ. നേരെ മറിച്ച് ഒരു പ്രോഗ്രാം അവതരിച്ച് പോവുകയാണെങ്കിൽ നമുക്കിത് പറയേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ പറയുന്നത് അവനെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. അവന് മാത്രമല്ല, ഇതേ ശൈലിയിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അതെ, അപ്പോൾ നമ്മൾ ഒരാളെയും വ്യക്തിയെ നോക്കിയിട്ട് പറയുന്നതല്ല, മറിച്ച് അത് കൂടുതൽ മികവുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. യെസ്, അടുത്തൊരു തവണ പങ്കെടുക്കുമ്പോൾ ആ ഒരു മാറ്റം വരുത്താൻ. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ, ഈ കുട്ടികൾ പ്രസംഗം കാണാതെ പഠിച്ച് വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള ടെൻഡൻസി എന്താ വെച്ചാൽ ഇതാണ് തീർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മോഡുലേഷൻ വരാത്തത്. അതായത് ഇതാണ്, അഥവാ മറന്നുപോകും എവിടെയെങ്കിലുമൊക്കെ. ചില ആളുകൾ തമാശക്കെങ്കിലും പറയാറുണ്ട്, ഇമാമത്ത് നിൽക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൂറത്ത് ഓതുമ്പോൾ ഒന്ന് സ്റ്റോപ്പായാൽ പിന്നെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് തുടങ്ങിയത് അങ്ങനെ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ ചില ഇമാമിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് ഇമാമ നിൽക്കുമ്പോൾ നിസ്കാരത്തിൽ. എന്നതുപോലെ തന്നെയാണ് അത് തുടങ്ങുക, എന്നിട്ട് ഒറ്റ പോക്ക് അങ്ങനെ പോവുക, എന്നിട്ട് അവസാനിപ്പിക്കുക. അങ്ങനത്തെ ഒരു ശൈലിയിൽ നിന്ന് പ്രസംഗം മാറണം.
അപ്പോൾ തീർച്ചയായും ഇത് ഷാസിൻ മാത്രമല്ല, ഷാസിനെ പോലെ ബാക്കിയുള്ള കുട്ടികളൊക്കെ സ്വാഭാവികമായി വരുന്ന ഒരു മിസ്റ്റേക്കാണ് പെട്ടെന്ന്. പക്ഷേ ഇതിന് ധൈര്യം കാണിച്ചതും അതിൻ്റെ 1, 2, 3 സ്റ്റെപ്പുകളിലൂടെയൊക്കെ അവർ കയറി വന്നു. ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഷാസിൻ ആ ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ട്, നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗംഭീരം എന്നൊക്കെ പറയാവുന്ന രൂപത്തിലേക്കാകുമായിരുന്നു. ഇപ്പോഴും മോശമല്ല അല്ല. യെസ്. എങ്കിൽ ഇനി അഫ്രീദ് അഹമ്മദ് യു നമ്മുടെ മുമ്പിൽ മറ്റൊരു മലയാള പ്രഭാഷണവുമായി മത്സരത്തിൽ വന്നിരിക്കുകയാണ്. സെയിം സ്ഥാപനത്തിൽ നിന്ന് തന്നെ, പെരിന്തൽമണ്ണയിലെ ദാറുൽ ഫുർഖാൻ ഹിഫ്സ് കോളേജിൽ നിന്ന് തന്നെയാണ്. 8ാം ക്ലാസ്. സ്ഥാപനം എന്നുള്ളതല്ല, അതേ ക്ലാസ്സും കൂടെയാണ്. ഓ, 8ാം ക്ലാസ്സുകാരാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ച 3 പേരും ഒരേ ക്ലാസ്സിലുള്ളവരാണ്. ഒരേ പ്രായത്തിൻ്റെ ഒരു ഏജ്, എന്താ പറയുക, സെയിം ഏജിലുള്ള ഏകദേശം ആളുകളാണ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മലയാള പ്രസംഗത്തിലേക്ക് നമുക്ക് പോകാം. അഫ്രീദ് അഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് അഭിമാനത്തോടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതിൽ അതിയായ സന്ദേശമുണ്ട്. ഈ മഹത്തായ ദിനം കേവലം ഒരു അവധി ദിനം മാത്രമല്ല, മറിച്ച് നമ്മുടെ പൂർവികർ സഹിച്ച ത്യാഗങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു പുണ്യദിനം കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 1947 ആഗസ്റ്റ് 15 ഭാരതം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിതമായി. നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നാം നടന്നു കയറിയ നിമിഷമായിരുന്നു അത്. ഗാന്ധിജി, നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയ അനേകം ധീരദേശാഭിമാനികളുടെ അർപ്പണബോധത്തിന്റെയും സമരങ്ങളുടെയും രക്തരൂഷിതമായ പോരാട്ടങ്ങളുടെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. അവർ തങ്ങളുടെ ജീവിതം രാജ്യത്തിനു വേണ്ടി ഒഴിച്ചുവെച്ചു. വരും തലമുറക്ക് സമാധാനപരവും അഭിമാനകരവുമായ ഒരു ജീവിതം ഉറപ്പാക്കാൻ വേണ്ടി അവർ പോരാടി. സ്വാതന്ത്ര്യദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ധീരജവാന്മാരെയാണ്. അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന ഓരോ സൈനികനും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ്. ഓരോ പൗരനും തങ്ങളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ജാതി മത വർഗ ഭേദമില്ലാതെ എല്ലാവരും ഒന്നാണെന്ന സന്ദേശം ഈ ദിനം നമുക്ക് നൽകുന്നു. ഭാവി തലമുറയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. രാജ്യസ്നേഹവും ഐക്യവും വളർത്തിയെടുക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ശക്തമായ ഒരു ഭാരതത്തെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ മുറുകെ പിടിച്ച് സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ പുണ്യദിനത്തിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ധീരജവാന്മാരെ സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. അഫ്രീദ് അഹമ്മദ് യു അവർ കൂടിയും നമ്മുടെ ഈ ഒരു മത്സരത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തു, നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കോമണായി എല്ലാവരോടും പറയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് പലപ്പോഴും സാറേ, ഇത് കുട്ടികൾ ചിലപ്പോൾ അവർക്ക് ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർ വളരെ ഗംഭീരമായിരുന്നു. ഇത് ചിലപ്പം രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന മറ്റുള്ളവർക്ക് അവരുടെ ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ട് ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അതെ, നമുക്ക് അവരുടെ ഈ സംസാരം പീസ് റേഡിയോയിൽ വന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇത് തിരുത്തി മുന്നോട്ട് പോകാനുള്ളൊരു അവസരം കിട്ടി എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പീസ് റേഡിയോയിൽ അവരുടെ സംസാരം വന്നു, അവർ ഈ കമൻറ്റുകൾ കേൾക്കുമ്പോൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഫാൾട്ട് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഒരു കാര്യം ഇനി അവരുടെ സംസാരത്തിൽ ഇനി വരില്ല. എവിടെ സംസാരിക്കുകയാണെങ്കിൽ അതിപ്പോൾ നോർമൽ സംസാരമാണെങ്കിൽ പോലും എന്ത് ചെയ്യൂല, അവരിങ്ങനത്തെ ഒരു ഫാൾട്ട് ഇനി വരുത്തൂല എന്നുള്ളത്. ചില ആളുകൾക്ക് അങ്ങനെയാണല്ലോ, ചില ടേണിംഗ് പോയിന്റുകളാണ് ഓരോന്നിനും. അപ്പോൾ നമുക്ക് ചില സന്ദർഭങ്ങളിൽ കിട്ടുന്ന നമ്മുടെ തിരുത്തുകൾ ജീവിതാവസാനം വരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജ്ജമായി മാറാറുണ്ട്. ഒരുപക്ഷെ നാളെ അഫ്രീദ് അഹമ്മദൊക്കെ കേരളത്തിലെ പ്രഭാഷണ നിരകളിലെ ഏറ്റവും ഒരാളായിട്ട് മാറിയേക്കാം. ഒരാളും പ്രഭാഷണത്തിൻ്റെ ആ ഒരു ശൃംഖലയിൽ എത്തുന്നത് ജന്മനാ പ്രഭാഷണം എല്ലാം മികവോടുകൂടി വന്നിട്ടല്ലല്ലോ. ഇതല്ല, ഇതിനേക്കാൾ അപ്പുറം ഒരുപാട് തെറ്റുകൾ തിരുത്തിയാണ് അവർ മുകളിലെത്തുന്നത്. അങ്ങനെ സഹനത്തിൻ്റെ പടവുകൾ കയറിയാലേ മുകളിലെത്തുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ. അവരെ മുകളിലെത്തിയിട്ടുള്ളൂ. ഏതായിരുന്നാലും നമ്മൾക്ക് അടുത്ത ഒരു സംസാരത്തിലേക്ക് നീങ്ങാം. ഷസ അമാനി PT, അവൾ
പഠിക്കുന്നത് AMUPS മേൽമുറി സൗത്ത് കാടാമ്പുഴ അല്ലേ. 3ാം ക്ലാസ്സിലൊരു കൊച്ചു കൂട്ടുകാരിയാണ് ഷസ അമാനി PT. അവളുടെ സംസാരത്തിലേക്ക് നമുക്കൊന്ന് കാതോർക്കാം. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും ഒരു കലവറയായിരുന്നു ഇന്ത്യ മഹാരാജ്യം. നാടുവാഴികളുടെയും നാട്ടുരാജാക്കന്മാരുടെയും ഭരണത്തിൽ ഈ മഹാരാജ്യത്തിലെ ഭൂരിഭാഗം ജനങ്ങളും അല്ലലില്ലാതെ സന്തോഷത്തോടെ കഴിഞ്ഞു. 1948 പോർച്ചുഗീസുകാരനായ നാവികൻ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങി. ഇതായിരുന്നു നമ്മുടെ രാജ്യത്തേക്കുള്ള വിദേശികളുടെ ആധിപത്യത്തിന് തുടക്കമിട്ടത്. പ്രകൃതി സുന്ദരമായ സമാധാനത്തിന്റെ മാതൃകയായ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും നാണയങ്ങളുടെയും സ്വർണ്ണ നാണയങ്ങളുടെയും രക്തബന്ധത്തും രത്നങ്ങളുടെയും അമൂല്യ ശേഖരങ്ങൾ കണ്ടെത്തിയ വിദേശികൾ ഇവിടെ വരികയും നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൊള്ളയടിക്കുകയും ചെയ്തു. 1887 ഈസ്റ്റ് ഇന്ത്യ കമ്പനി റോബർട്ട് ക്ലൈൻസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദീൻ ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ രാഷ്ട്രീയ ആധിപത്യത്തിന് ഇന്ത്യയിൽ തുടക്കമിട്ടു. താന്തിയ തോപ്പി, റാണി ലക്ഷ്മി, ബഹദൂർ ഷാ സഫർ രണ്ടാമൻ എന്നിവർ അവർക്കെതിരെ ചെറുത്തുനിന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ടിപ്പു സുൽത്താൻ, പഴശ്ശിരാജ, വേലുത്തമ്പി തളവ തുടങ്ങിയ പല പോരാളികളും വെള്ള പട്ടാളക്കെതിരെ പോരാടി. ജാലിയൻ ബാഗ് കൂട്ടക്കൊലയും ഖിലാഫത്ത് പ്രസ്ഥാനവും ക്വിറ്റ് ഇന്ത്യ സമരവും നമ്മുടെ ദേശസഹികളുടെ ചെറുത്തുനിൽപ്പാണ് കാണിക്കുന്നത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി 12 മണിക്ക് ഓരോ ഭാരതീയനും ഞാൻ കണ്ടിരുന്ന ആ സുവർണ നിമിഷം സംജാതമായി. ഇന്ത്യൻ സ്വാതന്ത്ര്യം. സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ചന്ദ്രശേഖർ ആസാദ്, അരവിന്ദ് ഘോഷ്, ഭഗത് സിംഗ് ഈ സമര നായകരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ വർഷത്തെ സ്വാതന്ത്ര്യാഘോഷം ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യമാണ് പ്രതിയേക്കാൾ ഭയാനകം. ജയ് ഹിന്ദ്. മാഷാ അല്ലാഹ്. സംസാരത്തിൻ്റെ ഇടയിൽ ആ ഒരു തന്മയത്വത്തോടു കൂടി തന്നെ ഷസ അമാനി PT മത്സരത്തിൽ പങ്കെടുത്തത്. എന്ത് തോന്നുന്നു സാറേ? ഈ പ്രാസംഗികർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ സഭാകമ്പം എന്ന് പറഞ്ഞാൽ. അതായത് സഭാകമ്പം 2 രൂപത്തിലുണ്ട്. ഒന്ന് ആളുകളെ കാണുമ്പോഴുള്ള ഒരു പേടി സഭാകമ്പമായി പറയാറുണ്ട്. മറ്റൊന്ന് പേടിയില്ലായ്മയുണ്ട്, തീരെ പേടിയില്ലായ്മ. അതായത് ഓഡിയൻസിനെ കാണുമ്പോൾ ചിരി വരിക, അതല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ആളുകളെ മുന്നിൽ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ചിരി വരിക, അതും ഒരു സഭാകമ്പമാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഷസയുടെ സംസാരത്തിൽ എനിക്ക് ഫീൽ ചെയ്തത് അതാണ്. അതായത് ചിരിച്ചുപോയി, ഒന്ന് ചിരിച്ചു എന്നുള്ള അത് ഷസയുടെ 3ാം ക്ലാസ്സിന്റെ പ്രായം വെച്ച് ചിരിച്ചതാണ്. അപ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. എന്നാലും ഒരു മത്സരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അടിവരയിട്ടത്. നോർമൽ ഒരു പ്രഭാഷണം നമ്മൾ റെഡിയാക്കി വരികയാണെങ്കിൽ നമ്മൾ അതിനെ കൂടി ആസ്വദിക്കുമായിരുന്നു. ഇപ്പോഴും നമുക്ക് ആസ്വാദനം ഉണ്ട്, പക്ഷെ മത്സരത്തിൽ വരുന്ന ഒരു പ്രശ്നം മാത്രമേ അവിടെ ഉള്ളൂ. വേറെ ഒന്നും അതിൽ പറയാനില്ല. പക്ഷേ ഇതൊരു പ്ലസ് പോയിന്റും കൂടെയാണ്. അതായത് ഷസക്ക് ഇതിൽ 2 സഭാകമ്പം നമ്മൾ പറഞ്ഞല്ലോ. ഈ രണ്ടാമത്തെ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ആദ്യത്തേത് ഈ ആളുകളെ കാണുമ്പോഴുള്ള പേടി മാറ്റാൻ നല്ല പ്രാക്ടീസ് ആവശ്യമുണ്ട്. അപ്പോൾ ഷസക്ക് അങ്ങനത്തെ ഒരു പേടി ഇല്ല എന്നുള്ളതാണ്, അതൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ഷസമോളെ ഗംഭീരമായിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് പ്രഭാഷണങ്ങളും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കണം. ആ ധൈര്യം കൊണ്ട് മുന്നോട്ട് പോകട്ടെ. ഹുസ്ന ബിൻത്ത് അൻവറാണ് അടുത്തതായി. മലയാളം പ്രഭാഷണമാണ്
HIM UP സ്കൂൾ വൈത്തിരിയിൽ നിന്നാണ് കൂടെ വരുന്നത്. 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഹുസ്ന ബിൻത് അൻവർ. വയനാട് ജില്ലയിലെ HIM UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഭാരതത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയും ചരിത്രവും എന്ന വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായത് കേവലം ഒരു യാദൃശ്ചിക സംഭവമല്ല, മറിച്ച് 10,000-കണക്കിന് മനുഷ്യരുടെ ജീവൻ മരണ പോരാട്ടമാണ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും വൈജാത്യങ്ങൾക്കതീതമായി ഓരോ ഭാരതീയരും തോളോട് തോൾ ചേർന്ന് പടപൊരുതിയപ്പോൾ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബ്രിട്ടീഷുകാർക്ക് ഈ നാട് വിട്ടു പോകേണ്ടി വന്നു. സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായ ജവഹർലാൽ നെഹ്റുവിന്റെയും രാമഭക്തനായ ഗാന്ധിജിയുടെയും ഏകദൈവ വിശ്വാസിയായ മൗലാന അബുൽ കലാം ആസാദിന്റെയും കീഴിൽ അണിനിരക്കാൻ ഓരോ ഇന്ത്യക്കാരനും സാധിച്ചപ്പോഴാണ് നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം നേടാനായത്. എന്നാൽ 79 വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? ജാതിയുടെയും മതത്തിന്റെയും പേരിൽ എത്ര ആക്രമണങ്ങളും കൊലപാതകങ്ങളുമാണ് നടമാടിക്കൊണ്ടിരുന്നത്. ഫാസിസം ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിന് നിരന്തരം മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രശില്പികൾ മുന്നോട്ട് വെച്ച അഖണ്ഡ ഭാരതമല്ല ഇത്തരം ആളുകൾ വിഭാവനം ചെയ്യുന്നത്. പരസ്പരം വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് അതിലൂടെ തങ്ങളുടെ അധികാരം ഉറപ്പിക്കുവാനാണ് ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ എൻ്റെ കൂട്ടുകാരോട് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ നേതാക്കന്മാരുടെ ചരിത്രം നാം പഠിക്കണം. രാജ്യത്ത് വിഭാഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവരെ നാം തിരിച്ചറിയണം. അവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹുസ്ന ബിൻത് അൻവറിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ ജോഹർ സാറേ എന്തോ ചില അടയാളപ്പെടുത്തലുകൾ മനസ്സിൽ വന്നു. സാറിന് എന്ത് തോന്നി? എനിക്ക് തോന്നിയൊരു കാര്യം, ചില ആളുകളുടെ സംസാരം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചില ചിന്തകളുണ്ട്. ചില ചിന്തകൾ ഇട്ടിട്ടാണ് സംസാരം അവസാനിപ്പിക്കുക. നമ്മുടെ ഹുസ്നയുടെ സംസാരം അവസാനിപ്പിച്ചപ്പോൾ അങ്ങനെയാണ്. അതായത് ഒന്ന് വിസ്മരിക്കപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ, മറ്റൊന്ന് പുതിയ ഇന്ത്യയുടെ ഭാവി. ഈ 2 ചിന്തകളാണ് ഈ ഒരു സംസാരം. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. പിന്നെ സംസാരത്തിന് ഞാൻ അടയാളപ്പെടുത്തിയ എനിക്ക് ഒരു മാർക്കായിട്ട് തോന്നിയിട്ടുള്ളത് ഒന്നൊരു തന്മയത്വത്തോടു കൂടിയാണ് സാവകാശം വന്നിട്ടുണ്ട്. അതെ അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വേഗം പറഞ്ഞ് തീർത്തു പോയതല്ല, ഉള്ളതിന് അവളുടേതായ സ്വതസിദ്ധമായ ശൈലിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. യെസ്. അപ്പോൾ എന്തുകൊണ്ടും എന്താ പറയുക, ഒരു എ ഗ്രേഡിലേക്കൊക്കെ വരിക എന്ന ഒരു രൂപത്തിലേക്ക് ഹുസ്നയുടെ സംസാരം നമുക്ക് കാണാൻ പറ്റും. ഇനി മത്സരത്തിൻ്റെ ലെവൽ കൂടി വരും, ജഡ്ജിങ് പാനൽ എന്ത് തീരുമാനിക്കുമെന്ന് നമുക്കറിയില്ല. യെസ്, നമുക്ക് നമ്മുടേതായ സംസാരങ്ങളെ ഒരു പക്ഷേ അവൾ കേട്ടിട്ട് ചിലപ്പോൾ പെട്ടെന്ന് അപ്പോൾ ഇതന്നെയാണ് ജഡ്ജ്മെന്റ്, അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, അഥവാ വന്നിട്ടില്ലെങ്കിൽ. യെസ്. അപ്പോൾ നമ്മുടെ ഹുസ്നയുടെ സംസാരമാണ് നമ്മൾ കേട്ടത്. വളരെ ഉഷാറായിട്ട് തന്നെ അവൾ അവതരിപ്പിച്ചു. 7ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്. നമുക്ക് അടുത്ത ഒരു മത്സരാർത്ഥിയിലേക്ക് പോകാം. മുഹമ്മദ് അഫ്വാൻ CP 8ാം ക്ലാസ്സിലെ ഒരു കൂട്ടുകാരനാണ്. GHSS ഇരുമ്പുഴിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് അഫ്വാൻ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുഹമ്മദ് അഫ്വാൻ ഇരുമ്പുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ സമരവും ചരിത്രവും എന്ന വിഷയത്തെ ആസ്പദമാക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നാം നമ്മുടെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്.
1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ്. ഈ സ്വാതന്ത്ര്യം നമ്മളിലേക്ക് എത്തിയത് വളരെ വലിയ പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ്. 1857 ആദ്യ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ മഹാനായ നേതാക്കൾക്കും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും വർഷങ്ങളോളം പോരാടേണ്ടി വന്നു. മഹാത്മാഗാന്ധി അഹിംസയെയും സത്യാഗ്രഹത്തെയും ആയുധമാക്കി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിലകൊണ്ടു. സുഭാഷ് ചന്ദ്രബോസ്, നിങ്ങൾക്ക് എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് രക്തം തരാം, സ്വാതന്ത്ര്യം തരാം എന്ന് വിളിച്ചു പറഞ്ഞു. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, വല്ലഭഭായ് പട്ടേൽ, റാണി ലക്ഷ്മിബായി വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, സരോജിനി നായിഡു തുടങ്ങിയ അനേകം പേരായ വീരന്മാർ നമ്മുടെ രാജ്യത്തിനായി ജീവൻ അർപ്പിച്ചു. അവരുടെ പോരാട്ടം നമ്മെ പഠിപ്പിക്കുന്നത് ഐക്യവും ധൈര്യവും രാജ്യസ്നേഹവുമാണ്. ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം അവരുടെ ത്യാഗത്തിന് ഫലമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ, പതാക ഉയർത്തുമ്പോൾ നമുക്കൊരു വാഗ്ദാനം നടത്താം. ഞങ്ങൾ നല്ല പൗരന്മാരായിരിക്കും, രാജ്യത്തെ സ്നേഹിക്കും, സത്യസന്ധതയും ഐക്യവും പാലിക്കും, സ്വാതന്ത്ര്യത്തിലെ വില മനസ്സിലാക്കി നമ്മുടെ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യമായി മാറാൻ പരിശ്രമിക്കും. നമുക്ക് ഒരുമിച്ച് പറയാം, ജയ് ഹിന്ദ്. മാഷാ അല്ലാ, മുഹമ്മദ് അഫ്വാൻ്റെ സംസാരമാണ് നമ്മൾ കേട്ടത്. മലയാള പ്രസംഗമായിരുന്നു. GHSS ഇരുമ്പുഴയിൽ നിന്നും നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് സലാം സാറേ. നമുക്ക് അഫ്വാൻ്റെ ഒരു സംസാരം നമുക്ക് ഏത് രൂപത്തിൽ വിലയിരുത്താമെന്നുള്ളതാണ്. അല്ല, അഫ്വാൻ്റെ പൊതുവെ നമ്മൾ ഒരുപാട് കുട്ടികളിൽ ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ പങ്കെടുക്കുന്ന ഇതിൽ താല്പര്യം കാണിച്ചെന്നുള്ളത് ഒന്നാമത്തെ പ്ലസ് പോയിൻ്റാണ്. നമ്മൾ പറഞ്ഞു അഫ്വാൻ്റെ അഫ്വാനെ പോലെ കുറേ ആൾക്കാരുണ്ടല്ലോ ഒരുപാട്. പിന്നെ ഉള്ളത് താല്പര്യം കാണിച്ച് അതിൽ അതിന് കുറേ ശ്രമങ്ങൾ നടത്തണമല്ലോ. ഇത് കണ്ടന്റ് കണ്ടെത്തണം, അത് പഠിക്കണം, അത് അവതരിപ്പിക്കണം, ആ ശ്രമങ്ങളൊക്കെ നടത്തി. അതൊക്കെ അതിൻ്റെ പ്ലസ് പോയിൻ്റാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ പറഞ്ഞ ഒരു മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടായിരിക്കേണ്ട വോയിസ് മോഡുലേഷൻ, തുടക്കം, ഒടുക്കം, ഇതൊക്കെ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ ഉള്ളിലുള്ള കഴിവിനെ നേരെ അവതരിപ്പിച്ച ഒരു രീതിയായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ തോന്നിയത്. പെട്ടെന്ന് ഒരു നിർവികാരത്തോടു കൂടി അവതരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ കുറച്ചൊക്കെ ആ ഒരു രൂപത്തിൽ പോയോ എന്നൊരു തോന്നൽ. അതെ, അത് നമ്മൾ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോഴേ ഉള്ളിലുള്ള ഗിഫ്റ്റ് എത്ര നന്നായാലും അത് പൊതി ഭംഗിയില്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതി മാർക്ക് പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നതുപോലെയാണ് എനിക്ക് അഫ്വാൻ്റെ സംസാരം. അതായത് സംസാരത്തിൽ കണ്ടൻറ്റുകളുണ്ട്, അതിൻ്റെ എഫേർട്ടുകളുണ്ട്, അതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ്, ഗിഫ്റ്റിൻ്റെ ഉള്ളിലുള്ള സാധനം. പക്ഷെ അവനത് പൊതിഞ്ഞു കൊടുത്തപ്പോൾ ആ പൊതിയുടെ തിളക്കം കുറച്ചുകൂടി കുറഞ്ഞു പോയോ എന്നൊരു സംശയം മാത്രമാണ് അഫ്വാൻ്റെ സംസാരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഒരു പക്ഷേ അഫ്വാന് ഇതുവഴി ഇത് കേൾക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് അടുത്തൊരു മത്സരത്തിൽ അത് ശ്രദ്ധിക്കുകയും അതിൽ കുറച്ചുകൂടി പാഷൻ ഉണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ തിരുത്താനും തിരുത്തുന്നതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ ശരിയെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അതെ, ഇതിലിപ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, പീസ് റേഡിയോ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇനിയിപ്പോൾ സ്കൂളുകളിലൊക്കെ ഒരു കലാമേളയുടെ മോഡിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും പ്രസംഗ മത്സരങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന പീസ് റേഡിയോയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇത് പക്ഷേ ഒരു പക്ഷേ അവൻ മാത്രം അല്ലെങ്കിൽ കുറച്ച് അവൻ്റെ ബന്ധപ്പെട്ട അധികമാരും ഈ പ്രസംഗം കേട്ടിട്ടില്ലെങ്കിലും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവൻ സ്കൂളിൽ പ്രസംഗിക്കുമ്പോൾ അത് അവന് കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറ്റാൻ പറ്റും എന്നുള്ളത്. മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അടുത്തൊരു മത്സരാർത്ഥിയിലേക്ക് പോകാം. അബൂബക്കർ സിദ്ദീഖ് ആണ്. TDHS മട്ടാഞ്ചേരി സ്കൂളിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പ്രഭാഷണമാണ്. 7ാം ക്ലാസ്സുകാരനാണ് അബൂബക്കർ സിദ്ദീഖ്. Assalamu alaikum wa rahmatullahi wa barakatuhu. Honorable Sir and my dear friends, today as we gathered to celebrate Independence Day, I feel truly proud and honored to stand before you. On this day, 15th August 1947, India gained independence.
from British rulers after nearly 200 years of struggle. It was a long and difficult journey marked by countless sacrifices, bravery, and determination. Today is not just a day of celebration, but also remembrance to pay tribute to the heroes who gave us his freedom. We must never forget the names of great leaders like Mahatma Gandhi who taught us the powers of non-violence. Subhash Chandra Bose would give the slogan, "Give me blood and I will give you freedom." Jawaharlal Nehru. Our Prime Minister Sardar Vallabhbhai Patel, who united the nation, and Bhagat Singh, Chandrasekhar Azad, and Rani Lakshmibai, who gave their lives for our country. But friends, Independence Day is not only about looking back, it's also about looking forward. Our freedom is valuable and it comes with great responsibility as the youth of India. It is now our duty to protect this freedom by being responsible citizens by studying in hard respect our national and help build a better, cleaner and stronger India. Let us not take our freedom for granted. Many people around the world are still waiting for the rights that we enjoy today. So every year when we hoist the national flag and sing the national anthem, let us do it with true pride and respect in our heart. Let us remember the past with pride, live in the present with responsibility, and build the future with hope and united. Jai Hind! Thank you. Assalamu alaikum wa rahmatullahi wa barakatuh. വലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വബർക്കാത്തു. അബൂബക്കർ സിദ്ദീഖിൻ്റെ സംസാരവും ഈ പറഞ്ഞ പോലെ തന്നെ പലതും നമുക്ക് ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞൊക്കെ അബൂബക്കർ സിദ്ദീഖും കേൾക്കേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട് അല്ലേ? ഉണ്ട്, യെസ്. പ്രത്യേകിച്ച് ഒരു പ്രസംഗം മത്സരത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ അബൂബക്കർ സിദ്ദീഖും കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇംഗ്ലീഷിൻ്റെ ആ ഒരു സൗണ്ടൊന്നും വലിയ സൗണ്ട്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കീപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും സംസാരത്തിൻ്റെ ചില നിമ്നോന്നതികൾ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. നമുക്ക് അങ്ങനെ പറയാം. നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാരനായതുകൊണ്ട് നമുക്കൊരു വേവ് ലെങ്ത് എന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം അല്ലേ? നിമ്നോന്നതിക്ക് അത് മലയാളമാണല്ലോ. ഓക്കെ, അത് ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാ അബൂബക്കർ സിദ്ദീഖ് അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകും. അടുത്ത തവണ അവൻ 8ാം ക്ലാസ്സിലെത്തുമ്പോൾ ഇൻഷാ അല്ലാ അള്ളാൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇനിയും സ്വാതന്ത്ര്യദിന മത്സരങ്ങളുമായിട്ട് പീസ് റേഡിയോ നമ്മുടെ മുമ്പിലുണ്ടാകും. അന്ന് ഇതൊക്കെ മാറ്റിയിട്ടുള്ള പുതിയ സംസാരമായിരിക്കട്ടെ ഓരോ കൂട്ടുകാരുടേതും എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. അടുത്ത ഒരു കണ്ടസ്റ്റൻറ്റിലേക്ക് നമുക്ക് പോകാം. ഫാത്തിമ നൂരിയ 5ാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ്. MUM പബ്ലിക് സ്കൂളിലാണ് ഫാത്തിമ നൂരിയ പഠിക്കുന്നത്. Assalamu alaikum warahmatullah. I'm Fatima Nuria. Good morning everyone. First of all, I wish you a very happy Independence Day. I feel a great pride to present this speech. Today is the most important day for all of us because on this day in 1947 we got independence from British rule. Our great freedom fighters like Mahatma Gandhi, Pandit Nehru, Lokmanya Tilak, Lala Lajpat Rai, Bhagat Singh, Subhash Chandra Bose, Rani Lakshmibai, and many others devoted their entire life for the independence of our country. Today, we are fortunate that we are born in an independent and we have our own fundamental rights. Our freedom is priceless and our brave soldiers fight continuously on borders to protect our country. Friends, we all know that no nation is perfect. It needs to be made perfect.
So, it is our responsibility to sincerely perform our duties and progress together for the growth and development of our country. Surely, the day is not far when our country will be strong and powerful in every field. Thank you. Jai Hind, Jai Bharat. Assalamu alaikum. വലൈക്കും സ്സലാം വറഹമത്തല്ലാഹി വബറകാത്തു. 5ാം ക്ലാസ് ഫാത്തിമ നൂരിയ, MUM പബ്ലിക് സ്കൂൾ. 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനി എന്ന നിലക്ക് ഫാത്തിമ നൂരിയോട് നമുക്ക് പറയാൻ, നേരത്തെ പറഞ്ഞതൊക്കെ ഫാത്തിമ നൂരിയക്കും ബാധകമാണ്. ഫാത്തിമ നൂരിയുടെ പ്ലസ് പോയിന്റുകൾ ഒരുപാട് അവിടെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഈ ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്രയോ മനോഹരമാകുമായിരുന്നു. യെസ്. എന്നാൽ ഒരു മത്സരം ഇനമല്ല എങ്കിൽ ഇത് വളരെ ആസ്വദിച്ച് നമ്മൾ കേൾക്കുന്നൊരു കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ വേവ് ലെങ്ത്. യെസ്, കണ്ടൻ്റ് ഉണ്ട്, അതിൻ്റെ എഫേർട്ട് ഉണ്ട്, ആ ഒരു സംസാരത്തിന് ആ ഓർഡർ പോലും ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നേരത്തെ പറഞ്ഞ കാര്യം സൂചിപ്പിക്കുകയാണ്. ഒന്നുകൂടെ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഓവറോൾ നമ്മൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഫാത്തിമ നൂരിയ വീണ്ടും വീണ്ടും സംസാരങ്ങളുമായി റേഡിയോയുടെ കൂടെ വേണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അടുത്ത ഒരു പ്രസംഗത്തിലേക്ക് നമുക്ക് പോകാം. അധികമാകാത്ത പ്രഭാഷണവുമായിട്ടാണ് അധിക മെഹറിൻ. അധിക മെഹറിൻ കാലങ്ങളായി സ്റ്റാർ ക്വസ്റ്റിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനിയാണ്. അതെ, എനിക്ക് ഓർമ്മയുള്ള സമയം മുതലേ ഒരു 5-6 വർഷം മുമ്പേ നമ്മൾ ഈ സ്റ്റാർ ക്വസ്റ്റിൽ ഉള്ള ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ അധിക മെഹറിൻ്റെ പേര് കേൾക്കുന്ന ഒരു കുട്ടിയാണ്. സീക്രട്ട് ഹെഡ് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ +1 തോന്നുന്നുണ്ട്. അതെ. ഈ സ്ഥലം എന്താണ്? കയ്യൂന്നി. കയ്യൂന്നി. ഓക്കെ. അപ്പോൾ അധിക മെഹറിൻ PB, നമുക്ക് പ്രസംഗം ഒന്ന് കേൾക്കാം. Assalamu alaikum warahmatullahi wabarakatuh. Myself Adhika Mehran of +1A studying in Sacred Heart Matriculation Higher Secondary School, Kayundi, Nilagar District, Tamil Nadu. Today, I am here with the topic, the history and memories of our beloved nation. Now, we celebrate a 79th Independence Day. On 15th August 1947, India became free from the British rule. It's a proud moment for all of us because it reminds us of the sacrifices made by our freedom fighters. Let us pause for a moment and remember, India did not get freedom in a day, nor was it gifted to us. It was earned by countless sacrifices. Some like Bhagat Singh gave their life in their youth. Some like Mahatma Gandhi chose the path of non-violence. Some like Rani Lakshmi Bai held sword and stood fearless. And many more farmers, poets, students became the silent bricks of India's freedom. They did not die for themselves. They died so we could live in dignity. Today, we all should together take a pledge of nation building and development of the country and follow the principle of truth and non-violence of Gandhiji. This is the true respect of our country. To be born in India is to be born in strength. Patriotism is not just shown just in words or slogan. It shines when a soldier protects the border with his life. A teacher shapes young minds. A citizen votes responsibly. A child respects the flag. In conclusion, Independence Day is not just the end, it is beginning. Let's carry the legacy of our freedom fighters not just in memory but in action. Jai Hind, Jai Bharat. Assalamu alaikum warahmatullah. വലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. അധിക മെഹറിൻ്റെ സംസാരം നമ്മൾ കേട്ടു. ഒരുപാട് അവസരങ്ങൾ പീസ് റേഡിയോയുടെ സ്വാതന്ത്ര്യദിന ഇതുപോലെ പ്രഭാഷണ മത്സരങ്ങൾ, മറ്റുള്ള പരിപാടികളിലൊക്കെ വളരെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഓരോ വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ജൗഹർ മാഷേ, ഞാൻ ഇവിടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് പീസ് റേഡിയോയിലെ തിരുത്തലുകൾ ഉൾക്കൊണ്ട് അധിക മെഹറിൻ സംസാരിച്ചു എന്നുള്ളതാണ്. അവൾക്ക് അത് കീപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതെ അതെ. ഒരു മത്സരത്തിൻ്റേതായ ഒരു ഓവർ എന്താ പറയുക ആക്ടിങ് ഇല്ല, എന്നാൽ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നൊരു ശൈലിയിലേക്ക് സംസാരിച്ച് തിരുത്തി അവൾ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവളുടെ സംസാരത്തിലെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ
അധിക മെഹറിൻ്റെ സംസാരത്തോടുകൂടി നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം എന്ന് തോന്നുന്നു. അതെ, നമുക്ക് അധിക മെഹറിനോട് പറയാനുള്ളത് പെർഫെക്ഷൻ എന്നുള്ളത് ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ പെർഫെക്ഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ഇനിയും നന്നാക്കലുകൾ ആവശ്യം തന്നെയാണ്. നന്നായിട്ട് പഠിക്കുക, വായിക്കുക, പ്രസംഗത്തിൽ അധികം നല്ല നല്ല കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അധികയോടടക്കം എല്ലാ മത്സരാർത്ഥികളോടും നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനിയുള്ള മത്സരങ്ങളിലും സജീവമായി വായിച്ച് പഠിച്ച് മനോഹരമായി അവതരിപ്പിക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.